കേരളത്തിൽ UDFന് 18 സീറ്റുകൾ ലഭിച്ചു. നിസ്സാര കാര്യമൊന്നുമില്ല. ഓരോ സീറ്റ് കൊണ്ടുപോയത് വ്യക്തിപ്രഭാവത്തിൻ്റെ പേരിലാണ് 2 പേര് അവരുടെ സീറ്റ് കൊണ്ടുപോയത്. അതായത് BJPയിൽ സുരേഷ് ഗോപിയും അതുപോലെ CPMലെ രാധാകൃഷ്ണനും. ഇവർ രണ്ടും കൊണ്ടുപോയത് പൊളിറ്റിക്കൽ വോട്ടൊന്നുമല്ല, അത് ഒരു ഇൻഡിവിജ്വൽ വോട്ടാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാം. അവരുടെ വ്യക്തിപ്രഭാവം, രാധാകൃഷ്ണൻ വളരെ നല്ലവനായ ആത്മാർത്ഥതയുള്ള കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിൽ ഇപ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു, ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മരണപ്പെട്ടു പോവുകയോ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്തു. പക്ഷേ നിൽക്കുന്നതിൽ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് ഈ രാധാകൃഷ്ണനാണ്. അദ്ദേഹം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിലായാലും പ്രവൃത്തിയിലായാലും അങ്ങനെ തന്നെ പോകുന്ന ഒരു മനുഷ്യമുഖമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വേണമെങ്കിൽ രാധാകൃഷ്ണൻ നമുക്ക് പറയേണ്ടി വരും. സുരേഷ് ഗോപി ആകട്ടെ തൻ്റെ 5 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് തന്നെ അദ്ദേഹം തൃശ്ശൂരിലെ ജനഹൃദയങ്ങൾ കീഴടക്കി അദ്ദേഹം വലിയൊരു മജോറിറ്റി നേടുകയും ചെയ്തു. അതിനെ വിമർശനാത്മകമായി ആരും കാണേണ്ടതില്ല. അത് സുരേഷ് ഗോപിയുടെ മിടുക്ക് കൊണ്ട് തന്നെയാണ്, ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ്, സമീപനം കൊണ്ട് തന്നെയാണ്. അങ്ങനെ 2 പേര് ഇത് നേടി. ബാക്കി 18ഉം UDFൻ്റെ പോക്കറ്റിലായി. എന്നിട്ടും UDFൽ മുറുമുറുപ്പും അതുപോലെ തൊഴുത്തിൽ കുത്തും തമ്മിലടിയും ഒക്കെ ഇനിയും ബാക്കിയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് തൃശ്ശൂരിലെ സംഭവവികാസങ്ങൾ. തൃശ്ശൂരിൽ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ മുരളിയെ തോൽപ്പിച്ചതാണ്, ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അവിടെ നിന്നും സിറ്റിംഗ് MP ആയ പ്രതാപനെ മാറ്റി ഈ മുരളിയെ അവിടെ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. ഒരു ഗ്രൗണ്ടാണത്. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്ന് പറയും, കോൺഗ്രസ്സുകാരുടെ ഇടയിലുള്ള കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി അനുകൂല നിലപാട് പല കോൺഗ്രസ്സുകാരും സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാതെ ഫീൽഡിൽ നിന്നും മാറി നിന്നു. അങ്ങനെ മാറി നിൽക്കാൻ ഗുണകരമായ ചിലതൊക്കെ അവരുടെ പോക്കറ്റിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നതാണ് പറയുന്നത്. അതും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനാക്റ്റീവായ കോൺഗ്രസ്സുകാർ തൃശ്ശൂരിൽ നിരവധി ഉണ്ടായിരുന്നു. ഞാൻ ഒരു യാത്രാമധ്യേ തൃശ്ശൂരിൽ അന്നത്തെ ആദ്യത്തെ കൺവെൻഷനിൽ കാണാൻ ഇടയായ ഒരാളാണ്. യാത്രാമധ്യേ ഞാൻ അവിടെ പെട്ടുപോയതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു. പൊളിറ്റിക്കലായി ഉള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് ശ്രദ്ധിച്ചു. അന്ന് ആവേശം മുരളിയുടെ ആദ്യത്തെ പരിപാടിക്ക് ഉണ്ടായിരുന്നെങ്കിലും ആ അർഹിക്കുന്ന ഒരു ആവേശം ഇല്ലെങ്കിൽ അത് പോരായിരുന്നു എന്ന തോന്നൽ എനിക്ക് അപ്പോഴേ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നു. അതൊന്നും ആവില്ല. കാരണം എന്തായാലും കോൺഗ്രസ്സുകാർ പ്രതാപന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് പ്രതാപനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ നിസ്സഹരണം ഉണ്ടാകാം. മാത്രമല്ല ഈ ഇനാക്റ്റീവാകാൻ വേണ്ടി നടന്ന നീക്കങ്ങൾക്ക് ചില കോൺഗ്രസ്സുകാരെങ്കിലും തലവെച്ച് കൊടുത്തു എന്നും വരാം. മറ്റൊന്ന്, യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയോടുള്ള ഒരു അനുകമ്പ മുമ്പ് തോറ്റതിന് കൊണ്ടാകാം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങൾക്ക് ഉണ്ടായ ഒരു സന്തോഷം ഇല്ലെങ്കിൽ ആ സ്നേഹം അതവർ വോട്ടിൽ പ്രകടിപ്പിച്ചതാകാം. അങ്ങനെയൊക്കെയാണ് ആ 2 സീറ്റ് പോയത്. ഈ രാധാകൃഷ്ണനും സുരേഷ് ഗോപിക്കും വേണ്ടി പോയ 2 സീറ്റുകൾ. പക്ഷേ ബാക്കി കിട്ടിയില്ലേ? ബാക്കി കിട്ടി എന്നുള്ളത് കൊണ്ട് ഈ തൃശ്ശൂരിൽ മുരളിക്ക് വോട്ട് മറിച്ചു കൊടുത്തതിൻ്റെ കാരണങ്ങൾ പരസ്പരം പഴിചാരി അടിയിലേക്ക് പോവുകയാണ്. ഈ അടിയിലേക്ക് പോകാൻ പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നും കൂടെ നോക്കണം. കാരണം കോൺഗ്രസ്സിനകത്ത് കലാപം ഉണ്ടാക്കുന്നതിന് നല്ലൊരു ശ്രമം മറ്റൊരു വഴിയിൽ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ അതിന് തലയും കയ്യും ഒക്കെ വെച്ചു കൊടുക്കുന്ന ആളുകളും കൂടിയാണ്. അപ്പോൾ തൃശ്ശൂരിലുള്ള തല്ല് മുരളിയുടെ പേരിലാണ് എന്നുണ്ടെങ്കിലും അടിയൊഴുക്കുകൾ വേറെയാണ് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. ഈ കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ മീഡിയയുടെ ഒരു ശ്രദ്ധ കിട്ടും എന്നുള്ളത് അവർക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. മീഡിയാസ് മുഴുവൻ തൃശ്ശൂറുള്ള അടിയും തുടർന്നുള്ള പ്രസ് മീറ്റും ഒക്കെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മുഖം സ്ക്രീനിൽ ഇങ്ങനെ വരുന്നു, വാർത്തയിൽ വരുന്നു, പേര് വരുന്നു എന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരവസരം കിട്ടിയാൽ അതിന് ഒപ്പിച്ച് അടി നടത്തി മീഡിയാസിനെ വിളിച്ചു പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ അടിയുണ്ടാവും, നിങ്ങൾ വന്നോളാൻ. അങ്ങനെ അടിക്കുന്നതൊക്കെ തന്നെ മറ്റ് ജനങ്ങളെ കാണിച്ചുകൊണ്ട് അവർ അവരുടേതായ ഷൈനിങ് നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ ഏറെക്കുറെ അതുപോലെ തന്നെയാണ് നടന്നത്. തൃശ്ശൂരിൽ നടന്ന സംഭവവികാസങ്ങളെല്ലാം നോക്കൂ. അത് എപ്പോഴാണ്, ആരാണ് മീഡിയ അറിയിച്ചത്?
എങ്ങനെയാണ് മീഡിയാസ് ആ സമയത്ത് അവിടെ എത്തിയത്? മീഡിയാസ് ഉടൻ തന്നെ ഇത് കവർ ചെയ്തു എന്നുള്ളതാണ്. അടി നടക്കുമ്പോൾ തന്നെ മീഡിയാസ് അവിടെ ഉണ്ടോ? അവിടെ ഒരു മീറ്റിംഗ് ഒന്നും നടന്നില്ല. പിന്നെ എങ്ങനെ മീഡിയാസ് ആ സമയം അവിടെ എത്തി? അപ്പോൾ അറിയിച്ചിട്ട് വന്നു, കവർ ചെയ്തു. അപ്പോൾ കിട്ടേണ്ടവർക്കെല്ലാം പേരും ഫോട്ടോയും ചിത്രങ്ങളും ഒക്കെ വന്നല്ലോ. അത് അവർക്ക് വലിയൊരു സന്തോഷമാണ്. ഇനി അങ്ങനെ നടത്തിയത് കൊണ്ട് മുൻകാലത്തെ പോലെ അവർക്ക് വെറുതെ അങ്ങനെ ഞെളിഞ്ഞ് നടക്കേണ്ട ഒരു സ്ഥിതി ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് രണ്ടെണ്ണത്തിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയത്. ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമായിരുന്നു. സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പേ സ്വയം രാജിവെച്ച് പോയി. പക്ഷേ വിമാനത്തിൽ പറന്ന് ഡൽഹിയിലൊക്കെ പോയി പലരുടെയും കാലു പിടിച്ച് നോക്കി അതിന് ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ തമ്മിലടിച്ച് ആ കോൺഗ്രസ് ഓഫീസിനകത്ത് തന്നെ ഈ മീഡിയാസിൻ്റെ കവറേജ് വരത്തക്ക രീതിയിൽ സംഘർഷമുണ്ടാക്കിയതിന് AICC നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം സജീവമായി ഇടപെട്ടുകൊണ്ട് അവർക്കിട്ട് പണി കൊടുത്തു എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. മുരളി പറയുന്നുണ്ട്, എൻ്റെ പേരിൽ നിങ്ങൾ ആരും അവിടെ തല്ലണ്ട, വിഷയം അവിടെ അവസാനിച്ചു, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഞാൻ പൊതുരംഗത്ത് നിന്ന് അല്പനാളത്തേക്ക് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ എന്നാൽ സജീവമായി കോൺഗ്രസിൻ്റെ പ്രവർത്തനം നടത്തും, മത്സര രംഗത്തൊന്നും ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ മാറി നിന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ കലാപം. ഇല്ലെങ്കിൽ തന്നെ തൃശ്ശൂറുകാർ ആയ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും ഉണ്ടോ എന്നറിയില്ല, അല്പം ഈഗോയൊക്കെ അല്പം കൂടുതലാണ്. അവരുടെ പല തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളും മാടമ്പികൾക്ക് തുല്യമായ സമീപനത്തിലോടുകൂടിയാണ് അവർ ഇടപെടുന്നത്. അവർക്ക് എന്തോ വലിയ ആളുകളെന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റങ്ങളെന്ന് പലരും കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു സാംസ്കാരിക ജില്ല എന്നുള്ള നിലയിലേക്ക് ഉയർന്നിട്ടുള്ള തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ ശരിക്കും അതൊക്കെ ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരുടെ നയപരിപാടികളിലും സമീപനങ്ങളിലും മാറ്റം വരുത്തുകയും വേണം എന്നുള്ളതാണ്. പക്ഷേ എന്ത് കിട്ടിയാലും അടിയിലും കലാപത്തിലുമൊക്കെ വലിച്ചിഴക്കേണ്ടി വരുന്ന ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ വലിയ ഗുസ്തിയൊന്നും ഇല്ലാതെ ഗ്രൂപ്പിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉയർത്തിക്കാട്ടാതെ ഒരുമിച്ച് നിന്നപ്പോൾ 18 സീറ്റുകൾ പോക്കറ്റിലായി. ഇനി അടുത്ത കലാപത്തിന് സാധ്യതയുണ്ടോ എന്ന് ചികഞ്ഞു നോക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ദയവായി ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണിയിലെ പ്രധാന കക്ഷിയാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മിടുമിടുക്കനായ നേതാവ് ഇന്ത്യ മുഴുവൻ നടന്ന് തീർത്ത് അദ്ദേഹം നേടിയെടുത്ത ജനപ്രീതി ആണ് 100 സീറ്റിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്. അത് ഒരിക്കലും നിസ്സാരമായി ആരും കാണരുത്. ഒരു വലിയ ഷോക്കാണ് മോദിക്കും മോദി നയിക്കുന്ന സർക്കാരിനും BJP നേതൃത്വത്തിനും ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മിടുക്കനായ ചെറുപ്പക്കാരൻ കാണിച്ചു കൊടുത്തത്. അദ്ദേഹത്തിനെ ശരിക്കും തോറ്റു എന്നല്ല ആരും പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം ജയിച്ചു എന്ന് തന്നെയാണ്. ശരിക്കും ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാത്തരം വേലവെപ്പുകളും ഉണ്ടായിട്ട് പോലും കോൺഗ്രസിനെ നയിച്ച് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് ഇത്രയും വോട്ട് നേടി എങ്കിൽ നിസ്സാരമൊന്നുമല്ല, അതൊരു വലിയൊരു ചരിത്രപരമായ നേട്ടം തന്നെ എന്ന് പറയേണ്ടി വരുന്നു. പക്ഷെ അതിൻ്റേതായ ഒരു മാഹാത്മ്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർ ദയവായി തിരിച്ചറിയുക, പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ളവർ. കേരളത്തിൽ വേറെ എങ്ങും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല, കാരണം എല്ലായിടത്തും ജയിച്ചതുകൊണ്ട് കലാപത്തിൻ്റെ സാധ്യത ആഗ്രഹിച്ചവർക്കൊന്നും അത് കിട്ടാതെ പോയി എന്നുള്ളതാണ്. എന്തായാലും തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ സംസ്ഥാന കോൺഗ്രസ്സിനും അതുവഴി നമ്മുടെ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനും നാണക്കേടുണ്ടാക്കുന്ന പരിപാടികൾ ദയവായി അവസാനിപ്പിക്കുക. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് തിരുത്താൻ. അങ്ങനെ തിരുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങൾ ഇതുവരെ പിന്തുടർന്ന പ്രസ്ഥാനത്തിനും നല്ലതാണെന്ന് ഓർമ്മിക്കുക. നന്ദി.